ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കഴിഞ്ഞൊരു എക്കണോമിക്സ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. ഇത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള മൂന്നാമത്തെ പാർട്ടാണ്. പാർട്ട് 1ൻ്റെയും പാർട്ട് 2ൻ്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ എക്കണോമിക്സിൻ്റെയും ഇനി വരാനുള്ള പൊളിറ്റിക്സിൻ്റെയും ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റവന്യൂ ചെലവുകൾ, മൂലധന ബഡ്ജറ്റ്, മൂലധന വരവുകൾ, മൂലധന ചെലവുകൾ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പണം ചെലവഴിക്കുന്നത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ബാധ്യതകൾ കുറയുകയോ ചെയ്യുന്നില്ലെങ്കിൽ അത്തരം ഗവൺമെൻറ് ചെലവുകളെ നമ്മൾ റവന്യൂ ചെലവുകൾ എന്ന പേരിലാണ് പറയാം. ഇവിടെ പറയാം, പണം ചെലവഴിക്കുന്നത് മൂലം ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ വർദ്ധിക്കുകയോ ബാധ്യതകൾ കുറയുകയോ ചെയ്യുന്നില്ലെങ്കിൽ അത്തരം ഗവൺമെൻറ് ചെലവുകളെ നമ്മൾ റവന്യൂ ചെലവുകൾ എന്ന പേരിലാണ് പറയണത്. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന എല്ലാ ചെലവുകളും ഈ ഒരു വിഭാഗത്തിലാണ് കേട്ടോ ഉൾപ്പെടുന്നത്. ഗവൺമെൻറ് ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളം, പെൻഷൻ മുതലായവ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഗവൺമെൻറ്റുകൾക്ക് നൽകുന്ന ഗ്രാൻറ്റുകൾ, സബ്സിഡികൾ, ഇതൊക്കെ നമ്മളെ റവന്യൂ ചെലവുകളുടെ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. ഇനി ഈ റവന്യൂ ചെലവുകളുണ്ടല്ലോ, അതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാണ് പദ്ധതി റവന്യൂ ചെലവ് അല്ലെങ്കിൽ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. രണ്ടാമത്തേതാണ് പദ്ധതിയേതര റവന്യൂ ചെലവ് അല്ലെങ്കിൽ നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇങ്ങനെ രണ്ടായിട്ടാണ് റവന്യൂ ചെലവുകളെ തരംതിരിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികളുടെ നടത്തിപ്പിനായിട്ടും സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പദ്ധതി നിർവഹണത്തിനായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിക്കുന്ന തുകയാണ് നമ്മൾ പദ്ധതി റവന്യൂ ചെലവുകൾ എന്നുള്ളത് പറയുന്നത്. എന്നാൽ റവന്യൂ ചെലവിൻ്റെ ഏറിയ പങ്കും പദ്ധതിയേതര മേഖലകളിൽ നടത്തുന്ന ചെലവുകളാണ് കേട്ടോ. ഗവൺമെൻറ് വാങ്ങിയിട്ടുള്ള വായ്പകളുടെ പലിശ, അടവുകൾ, ദേശരക്ഷയ്ക്കായി നടത്തുന്ന ചെലവുകൾ, സബ്സിഡികൾ, ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളം, പെൻഷൻ, ഇതൊക്കെ പെടുന്നത് പദ്ധതിയേതര ചെലവുകളിലാണ് കേട്ടോ, അല്ലെങ്കിൽ നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് പെടുന്നത്. ഇതിനെയാണ് നമ്മൾ മൊത്തത്തിൽ എന്ത് പറയുന്നത്, റവന്യൂ ചെലവുകൾ എന്നുള്ള രീതിക്ക് പറയണത്. ഇനി നമുക്ക് മൂലധന ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ ആസ്തിയുടെയും ബാധ്യതയുടെയും വിവരങ്ങളെയാണ് നമ്മൾ മൂലധന ബഡ്ജറ്റിൽ പ്രതിപാദിക്കുന്നത്. എന്തിനാണ്? ഗവൺമെൻറ്റിൻ്റെ ആസ്തിയുടെയും ബാധ്യതയുടെയും വിവരങ്ങളാണ് നമ്മൾ മൂലധന ബഡ്ജറ്റിലൊക്കെ പറയണത്. അപ്പോൾ മൂലധന ബഡ്ജറ്റിനും മൂലധന വരവുകളെന്നും മൂലധന ചെലവുകളെന്നും അങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. ആദ്യത്തേതാണ് മൂലധന വരവുകൾ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ വിറ്റഴിക്കുന്നതിലൂടെയോ ഗവൺമെൻറ്റിന് ബാധ്യതകൾ ഉണ്ടാക്കുന്നതിലൂടെയോ ലഭിക്കുന്ന വരുമാനത്തെയാണ് മൂലധന വരവുകൾ എന്ന് പറയുന്നത്. അതായത് പൊതുജനങ്ങളിൽ നിന്നും ഗവൺമെൻറ് സ്വീകരിക്കുന്ന വായ്പകൾ, ട്രഷറി ബില്ലുകളുടെ വിൽപ്പനയിലൂടെ കേന്ദ്ര ബാങ്കിൽ നിന്നും ഇതര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകൾ, വിദേശ ബാങ്കുകൾ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ ഗവൺമെൻറ് വാങ്ങുന്ന വായ്പകൾ, ഇതൊക്കെ മൂലധന വരവിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത് കേട്ടോ. കൂടാതെ പോസ്റ്റ് ഓഫീസുകൾ വഴി സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ, പ്രൊവിഡൻറ്റ് ഫണ്ടിലൂടെ സ്വീകരിക്കുന്ന പണം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം, ഇതെല്ലാം തന്നെ മൂലധന വരവുകൾ എന്നതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മൂലധന വരവുകൾ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ മൂലധന ചെലവുകൾ എന്താണെന്നുള്ളതാണ് നോക്കണേ. മൂലധന ചെലവുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതകൾ കുറയ്ക്കുകയോ ആസ്തികൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്ന ചെലവുകളാണ് മൂലധന ചെലവുകൾ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ബാധ്യതകൾ കുറയ്ക്കുകയോ ആസ്തികൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്ന ചെലവുകളെയാണ് നമ്മൾ എന്ത് പറയുക, മൂലധന ചെലവുകൾ എന്ന് പറയുക. അതുപോലെ ഭൂമി, കെട്ടിടം, ഓഹരികൾ, ഇതിന്നൊക്കെ ഗവൺമെൻറ് നടത്തുന്ന നിക്ഷേപങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിദേശ രാജ്യങ്ങൾ എന്നിവയ്ക്ക് ഗവൺമെൻറ് നൽകുന്ന വായ്പകൾ, ദേശരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് ചെലവുകൾ, ഇതൊക്കെയാണ് മൂലധന ചെലവുകൾ എന്നതിൽ പെടുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ഭൂമി, കെട്ടിടം, യന്ത്രസാമഗ്രികൾ, ഓഹരികൾ എന്നിവയിലൊക്കെ ഗവൺമെൻറ് നടത്തുന്ന നിക്ഷേപങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിദേശ രാജ്യങ്ങൾ എന്നിവയ്ക്ക് ഗവൺമെൻറ് നൽകുന്ന വായ്പകൾ,
ദേശരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് ചെലവുകൾ, ഇതൊക്കെയാണ് മൂലധന ചെലവുകളുടെ ഭാഗമായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ റവന്യൂ ചെലവുകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു എന്ന്? അതുപോലെ തന്നെ മൂലധന ചെലവുകളെയും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാണ് പദ്ധതി മൂലധന ചെലവുകൾ, രണ്ടാമത്തേതാണ് പദ്ധതിയേതര മൂലധന ചെലവുകൾ. ഇങ്ങനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. കേന്ദ്ര പദ്ധതികൾക്കായി വേണ്ടി വരുന്ന ചെലവുകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയുടെ പദ്ധതി നിർവഹണത്തിനായിട്ട് നൽകുന്ന സഹായങ്ങൾ എന്നിവയാണ് പദ്ധതി മൂലധന ചെലവുകളായിട്ട് കണക്കാക്കുന്നത്. നേരെ മറിച്ച് പദ്ധതി പ്രതിപാദിക്കാത്തതും എന്നാൽ സാമൂഹിക സാമ്പത്തിക പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ ചെലവഴിക്കുന്നതുമായിട്ടുള്ള തുകയെയാണ് പദ്ധതിയേതര മൂലധന ചെലവുകൾ എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഭാഗം നോക്കുമ്പോഴേ ഞാൻ എടുക്കുന്ന ക്ലാസ് മാത്രം കേൾക്കരുത് കേട്ടോ. ഈ ഒരു പാർട്ട് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പേജ് നമ്പർ ഉണ്ടല്ലോ അതൊന്ന് മറിച്ച് നോക്കണം. കാരണം അതിൽ നമുക്കൊരു ചാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പേജ് നമ്പർ 86 ഈ ഒരു ചാർട്ടിനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു ഭാഗം എക്സാമിന് വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഈ ഒരു ചാർട്ട് നോക്കി വെക്കണേ. ചാർട്ട് എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിച്ച് തരാം. അതിന് മുന്നേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ അത് നോക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ ചിലപ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും. ബഡ്ജറ്റിൻ്റെ വിവിധ ഘടകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിതിൽ പറയണത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് മുകളിലൊരു ഹെഡിങ് കണ്ടില്ലേ. ഇനിയാണ് അതിൻ്റെ പാർട്ട് താഴേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം ആദ്യത്തേതാണ് റവന്യൂ ബഡ്ജറ്റ്. ഈ ഗവൺമെൻറ് ബഡ്ജറ്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാണ് റവന്യൂ ബഡ്ജറ്റ്, രണ്ടാമത്തെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ റവന്യൂ ബഡ്ജറ്റിനെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. ഒന്നാണ് റവന്യൂ വരവുകൾ, രണ്ട് റവന്യൂ ചെലവുകൾ. ഈ റവന്യൂ വരവുകളിൽ വരുന്നതാണ് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും. റവന്യൂ ചെലവുകളിലോ പദ്ധതി റവന്യൂ ചെലവ്, പദ്ധതിയേതര റവന്യൂ ചെലവ്. അങ്ങനെയാണ് രണ്ട് റവന്യൂ ചെലവുകളായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിനെയും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാണ് മൂലധന വരവുകൾ, രണ്ടാമത്തേത് മൂലധന ചെലവുകൾ. ഈ മൂലധന ചെലവുകളെ നമ്മൾ വീണ്ടും രണ്ടാക്കിയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് പദ്ധതി മൂലധന ചെലവ്, രണ്ടാമത്തെ പദ്ധതിയേതര മൂലധന ചെലവ്. ഈ ചാർട്ട് നിങ്ങളൊന്ന് നോക്കി വെക്കണേ, മറക്കരുതേ. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരാം, കാരണം ഒരുപോലെ ഉണ്ടല്ലോ ഏകദേശം ചാർട്ട് കാണുമ്പോൾ. പക്ഷെ നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. എന്ത് ചെയ്താൽ മതി, ഈ ക്ലാസ് കേൾക്കുക. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ കണക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകളുടെ കൂടെ തന്നെ പൊളിറ്റിക്സിൻ്റെ ക്ലാസ്സുകളും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടതിൽ. അപ്പോൾ എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.